പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. സ്നേഹമുള്ള ദൈവമക്കളെ, അങ്ങനെ ഇന്നലെ പെസഹ വ്യാഴാഴ്ച ലോകരാജാതിരാജനായിട്ടും സർവശക്തനായ ദൈവമായിട്ടും മനുഷ്യനായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു, നമ്മളുടെ ഇടയിൽ വസിക്കുന്നു. ഈശോയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ, ഈശോയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഈശോയെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ, എൻ്റെ മോനെ മോളെ, ആർക്കും സാധിക്കില്ലല്ലേ? മനുഷ്യനായ ആർക്കും സാധിക്കില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ പാടാറ്, തുല്യം ചെയ്യാൻ ആവതില്ലേ അങ്ങെപ്പോലെ യേശുവേ, സ്നേഹമേ പ്രേമമേ നിന്റെ മാറിൽ ചായുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി. എത്ര കൃപ കിട്ടിയാലും സാധിക്കാത്ത ഒരു വലിയ കാര്യം ഇതാണ്, കുർബാന സ്ഥാപിക്കുക. ഇന്ന് കുർബാന സ്ഥാപിച്ച ഇന്നലെ നല്ലൊരു ദിവസമാണ്. എൻ്റെ ദൈവമേ, സ്നേഹമുള്ളവരെ, അപ്പോസ്തലന്മാരിൽ ആരാണ് വലിയവൻ? പത്രോസാണോ, പൗലോസാണോ? ചുങ്കം പിരിച്ച് ചുങ്കം പിരിക്കുന്ന ആളായിരുന്നല്ലോ. കണക്കെഴുതുന്ന മത്തായി ആണോ? അത് പണസഞ്ചി സൂക്ഷിക്കുന്ന യുദാസാണോ എന്നുള്ള തർക്കങ്ങളുണ്ട്. അതിന്നുണ്ട് ചില ടീമിൽ, അന്നുണ്ടല്ലോ. അപ്പം ഈശോ ചെയ്തത്, പക്ഷേ അന്ന് ഈശോ ഈ ഒരു മാതൃക കാണിച്ചു. ഇന്ന് ഏത് ധ്യാനഗുരുക്കന്മാർക്ക് അല്ലെങ്കിൽ ഏത് ലീഡർക്ക് അത് സാധിക്കുമോ? പറയണ എനിക്ക് പോലും. കാലുകഴുകൽ സാധിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുങ്ങി ഇപ്പോഴല്ല കേട്ടോ, 22 വർഷം മുമ്പ് ഉണ്ടെന്നൊക്കെ ബീം പഠിക്കണല്ല, സത്യത്തിലുണ്ടായി ഒറ്റ പ്രാവശ്യം. പിന്നെ ഞങ്ങൾ വേറെ രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, വേറെ രീതിയിലൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ എന്ത് രീതിയിൽ ചെയ്താലും അതൊക്കെ ഭയങ്കര എളിമപ്പെടുന്നതും ഒപ്പം ചേർത്ത് പിടിക്കലുമാണ്. ചേർത്ത് പിടിക്കൽ. ഹല്ലേലൂയ. എവിടെയൊക്കെ എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ സ്നേഹമുള്ളവരെ, അവിടെയൊക്കെ വൻ വിജയം സംഭവിച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവർ, ഇതിപ്പോൾ നമ്മളിത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാനടക്കം ഇത് കേൾക്കുമ്പോൾ നല്ലതാണല്ലോ, നല്ല പരിപാടിയാണല്ലോ. മോനെ മോളെ, ഞാനടക്കമുള്ള മക്കൾക്ക് ചെയ്യേണ്ട സമയത്ത് ഇത് ഓർക്കുക പോലും ഉണ്ടോ? അല്ല, ഈ ചിന്ത വരുമോ? മോനെ മോളെ, അത് വരണമെങ്കിൽ ഞാൻ യേശുക്രിസ്തുവിലായിരിക്കണം. പ്രവൃത്തി കൂടാതെ വിശ്വാസം രക്ഷയില്ല. മക്കളെ, ഇന്ന് ഈ കുർബാന സ്ഥാപിച്ച ഈ ദിവസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എത്രയോ മക്കൾ കുർബാനയെ സ്നേഹിക്കുന്നവർ ഇന്ന് ഈ കേരളത്തിൽ തന്നെയുണ്ട്. വേറൊന്നും ഭക്ഷിക്കാതെ വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്നവർ, എത്രയോ രോഗികൾ മരണമെടുത്തിട്ടും വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നവർ എത്ര പേര് നമ്മൾ കാണുന്നു, ചരിത്രം വായിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുതങ്ങൾ നടക്കുവാൻ കർത്താവേ, ഞങ്ങളുടെ മേലും ഇടവരുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, യേശുയുടെ മക്കളെ, കർത്താവേ, ഞങ്ങൾ കേൾക്കുന്ന ആ മക്കളെ പോലെ ആ പീഡകൾ സഹിക്കുവാനും, അല്ലെങ്കിൽ അങ്ങ് കൊടുക്കുന്ന മക്കൾക്ക് ആ പീഡാസഹനം വഹിക്കുവാൻ അതിനുള്ള കരുത്ത്, അതിനുള്ള ആഗ്രഹം, അതിനുള്ള ചിന്ത, അതിനുള്ള മനസ്സിൻ്റെ തയ്യാറെടുപ്പ്, അത് ദൈവം തെരഞ്ഞെടുത്ത ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പറയുമ്പോൾ വളരെ എളുപ്പം, പെട്ടെന്ന് പണി കഴിഞ്ഞു. പക്ഷേ ദിവസങ്ങളോളം, മാസങ്ങളോളം പരിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് ജീവിക്കുന്നവർ എത്ര പേരുണ്ട്? കുർബാനയെ സ്നേഹിക്കുന്നവർക്കും യേശുവിനെ സ്നേഹിക്കുന്നവർക്കും സാധ്യമാണ്. നമ്മളൊക്കെ ചിന്തിക്കും, പലതരത്തിൽ ഉള്ള ചിന്തകളും ഒക്കെ ചിന്തിക്കാൻ എളുപ്പമുള്ള പിശാചുള്ളത്. ആ ചിന്തകൾ പിശാചല്ലേ? പരിശുദ്ധാത്മാവ് നോ എന്ന് പറയുമ്പോൾ, അതല്ല ഇതാണ് ശരിയെന്ന് പറയുമ്പോൾ, പിശാച അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ കൂടെ 2-3 പേരുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ നിന്ന് പിശാച് സംസാരിക്കും. അപ്പം നമ്മൾ പറയും, അത് ശരിയാണ് കേട്ടോ, അതങ്ങനെയാണ്. ആര് ജയിച്ചോടെ? പിശാച് ജയിച്ചു. സ്നേഹമുള്ളവരെ, ഓരോ വർഷത്തിലും കുർബാന സ്ഥാപിച്ച ഈ ദിവസത്തെ ദുഃഖവെള്ളിയും ഇങ്ങനെയെല്ലാം കടന്നു പോകും. നമുക്ക് എത്ര മക്കൾക്ക് മാറ്റിമറിക്കപ്പെടാൻ പറ്റുന്നുണ്ട്. ഗുരു കാലുകൾ കഴുകി മാതൃക കാണിച്ചതുപോലെ ഗുരു തൻ്റെ രക്തം വരാനിരിക്കുന്നവർക്കും വന്നവർക്കും പോയവർക്കും വേണ്ടി രക്തം തളിച്ചപ്പോൾ, ഇബ്രാഹിം 9:22 നിയമപ്രകാരം മിക്ക വസ്തുക്കളും രക്തത്തിലാണ് ശുദ്ധീകരിക്കുക. രക്തം ചെന്നതിലൂടെ പാപമോചനമില്ല. ഹെബ്രായർ 9:20 ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഉടമ്പടിയുടെ രക്തമാണ്. അതാ കുരിശിൻ്റെ വഴി, അതാണ് വേ ഓഫ് ദ ക്രോസ്, അതാണ് പരിശുദ്ധ കുർബാന. ഞാനത് തുടങ്ങുമ്പോൾ നിർത്താൻ പറ്റില്ല, അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് യേശുവിൻ്റെ രക്തത്തെ ധ്യാനിക്കാം, അവൻ്റെ ശരീരത്തെ ധ്യാനിക്കാം. പീഡാസഹനങ്ങൾ സഹിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും എല്ലാവരും ഒരു കൊടക്കീഴിൽ നിർത്തുവാനും, എല്ലാവരുടെ ഈ ദുഃഖവെള്ളി ഇന്ന് നമുക്ക് അതൊരു മാതൃകയാകട്ടെ. സംസാരിക്കാത്തവരോട് സംസാരിക്കുവാനും വഴക്കുള്ളതൊക്കെ തീർക്കാനും. കാരണം അടുത്ത ഒരു ദുഃഖവെള്ളി, ഒരു പെസഹ വ്യാഴാഴ്ച, ഒരു ഈസ്റ്റർ നമുക്ക് കാണാൻ പറ്റുമെന്ന് നമുക്ക് ആർക്കും ഉറപ്പില്ല. യെസ്, നല്ല ധ്യാനമായിരുന്നു മക്കളെ. ഇന്നലെ മിനിഞ്ഞാന്ന് തീർന്നത് നല്ല ധ്യാനമായിരുന്നു, നല്ല റിസൾട്ടായിരുന്നു. അവർ ഇനി ഒരു 10 കൂടുമെന്നും പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. 10 ധ്യാനം കൂടുമെന്നും പറഞ്ഞിട്ടാണ് പോയേക്കണം ഓരോരുത്തരും. ചെറിയതല്ല, അറിവുള്ളവരാണ്. ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി. എൻ്റെ ദൈവമേ, 43 ദിവസത്തെ നിയോഗം പ്രാർത്ഥന സമർപ്പിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഈ പ്രാർത്ഥന കേൾക്കുകയും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എല്ലാവരെയും അവരുടെ നിയോഗം എന്താണോ അത് അവർക്ക് സ്വീകരിക്കുവാനും അത് വഹിക്കുവാനും അത് കരസ്ഥമാക്കുവാനും ഇവരുടെ പ്രാർത്ഥന വഴി സാധിക്കുമാറാകട്ടെ. സമയം കണ്ടെത്തി വചനം വായിക്കുക, ജപമാല ചൊല്ലുക, വിശുദ്ധ കുർബാനയിലൂടെ മുന്നോട്ട് നീങ്ങുക. പാപിയായ എനിക്കും വേണ്ടി ധ്യാന കേന്ദ്രത്തിന് വേണ്ടി വരുന്ന വൺ ഡേ ധ്യാനം ഇനി 27-ാം തീയതിയാണ് ഈ മാസം. താമസിച്ചുള്ള ധ്യാനം അടുത്ത മാസം, അതായത് മെയ് 8-ാം തീയതി. വൺ ഡേ ധ്യാനം 11. അതിനുവേണ്ടി വരിക. പിള്ളേരുടെയും വലിയവരുടെയും ആയിരിക്കും ധ്യാനം. നല്ല റിസൾട്ടാണ്, നല്ല നമുക്കതിന് വേണ്ടി ഒരുക്കുന്ന ബ്രദേഴ്സുണ്ട്. ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുന്ന കാര്യം ഭാവിയായി എന്നിലൂടെ ദൈവം അത് വാരിക്കൂരി കൊടുക്കുന്നുണ്ട്. അനുഗ്രഹിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അത്ഭുത അടയാളം സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ആവശ്യമുള്ള മക്കൾ, ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾ, കമ്പനികൾ, നഷ്ടത്തിൽ പോകുന്ന എല്ലാവരുടെയും അനുഗ്രഹമായി മാറട്ടെ. യേശുവേ നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.